കണ്ണന്റെ പിറന്നാളിനൊരുങ്ങി ഗുരുവായൂർ. ഞായറാഴ്ചയാണ് അഷ്ടമിരോഹിണി ആഘോഷം. അഷ്ടമിരോഹിണി ദിനത്തിൽ പൊതുവരിയിൽ നിന്ന് ദർശനം നടത്തുന്നവർക്കാണ് മുൻഗണന. വരി കൊടിമരത്തിന് സമീപത്തുകൂടി നേരിട്ട് അകത്ത് പ്രവേശിപ്പിക്കും. മുതിർന്ന പൗരന്മാർക്ക് പുലർച്ചെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും പ്രത്യേക വരിയുണ്ട്. അഷ്ടമിരോഹിണി നാളിൽ 40,000 പേർക്ക് പിറന്നാൾ സദ്യയൊരുക്കും. അന്നലക്ഷ്മി ഹാളിലും പ്രത്യേക പന്തലിലും ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി 2100 പേർക്ക് സദ്യ കഴിക്കാം. രാവിലെ 9-ന് സദ്യ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 വരെ വരിയിലുള്ളവർക്ക് സദ്യ ലഭിക്കും. തദ്ദേശ നിവാസികൾക്ക് നിലവിലുള്ള രീതി തുടരും. ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള ദർശന സൗകര്യവുമുണ്ടാകും. അഷ്ടമിരോഹിണി ആഘോഷത്തിനായി 38.4 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും കാഴ്ചശീവേലിയുണ്ട്. രാവിലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ഉച്ചകഴിഞ്ഞ് വൈക്കം ചന്ദ്രൻ്റെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ ശശിമാരാരുടെ തായമ്പകയുണ്ട്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ശശിമാരാരും മുരളിയും നയിക്കുന്ന ഇടയ്ക്ക, നാഗസ്വരമേളം എന്നിവ അകമ്പടിയാകും. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, സി. മനോജ്, കെ.പി. വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.